ഈ ജീവനൊടുക്കിയ അനീഷിന്റെ കൂടെ ബൂത്ത് ലെവൽ ഏജന്റായി കൂടെ പോയിട്ടുണ്ടായിരുന്ന വൈശാഖ് ഏറ്റുകൊടുക്ക മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഏതാണെന്നുള്ളത് മാധ്യമങ്ങളും പൊതു സമൂഹവും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ BLO ആയതിനു ശേഷം പരിചയപ്പെടുന്നില്ല. അദ്ദേഹം നമ്മൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി വോയിസും കാര്യങ്ങളൊക്കെ DCCയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് പുറത്തുവിടുക. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പുറത്തുവിടും. ഞാൻ അന്ന് BLO ആയി പോകുന്ന സമയത്ത് ഇലക്ഷൻ്റെ ചർച്ചകളും വിഷയങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നുള്ളൊരു ഊഹാഭോഗത്തിലായിരിക്കാം ഞാൻ വീടുകളിൽ കയറുന്നത്. ഞാൻ മാത്രമല്ല വീടുകൾ കയറിയത്, അവരുടെ BLOയും കൂടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, അനീഷേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയാവുന്നുള്ള ഊഹാഭോഗങ്ങളിലായിരിക്കാം ഞാൻ വീടുകളിൽ കയറുന്നതും ആൾക്കാരുമായി സംസാരിക്കുന്നതും ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇവരാരാന്നുള്ളത് വോയിസ് വരുമ്പോൾ കൃത്യമായിട്ട് ആളുടെ പേര് വെച്ച് പറയും, ആളുടെ പേര് വെച്ച് മെൻഷൻ ചെയ്ത് പറയും. DCC അതെ, ഞാൻ കളക്ടർക്ക് കൃത്യമായിട്ട് ലെറ്റർ മെയിൽ ചെയ്തിട്ടുണ്ട്. പരാതി അന്ന് തന്നെ ഇപ്പം അല്ല, ഒരാഴ്ച മുന്നേ ഉള്ള വിഷയമാണിത്. ഈ വിഷയം ഒരാഴ്ച മുന്നേ ഉള്ളതാണ്. കളക്ടർക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അന്വേഷണ ഭാഗമായി അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ധീരമായി മുന്നോട്ട് പോകാൻ അനീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോലഹൃദയനായിട്ടുള്ള ഒരാൾക്ക് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. എന്താ പറയുക, നമ്മളെ കൂടെ ഒരാൾക്ക് പോകാൻ പറ്റില്ല, അയാളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഇത് ഇന്ത്യയാണോ അല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട്. ഇല്ലില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ കൂടെ പോവാൻ അവരെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ പോവുകയാണെങ്കിൽ അവർ പോകാൻ തയ്യാറാണ്. അവരുടെ പ്രശ്നം ഞാൻ കൂടെ പോകുന്നതായിരുന്നു അവരുടെ പ്രശ്നം. ഞാൻ അനീഷേട്ടനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ വരണില്ല, നിങ്ങൾ അവരെ കൂട്ടി പോയിക്കോന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞത് പിന്നെ അത് വേണ്ട, നീ അവർക്ക് പരാതി പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മുകളിൽ അവർ കൃത്യമായിട്ട് ക്ലാരിറ്റി തരട്ടെ, അതിനുശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു. പരാതിയുടെ ഭാഗമായിട്ട് അവർ വിളിച്ചു പറഞ്ഞത് വെച്ചാൽ ഒന്നിക്ക് 2 പാർട്ടിക്കാരും പോട്ടെ, അല്ലെങ്കിൽ 2 പേരും പോണ്ടെന്നുള്ളതാണ്. എന്നിട്ട് പിറ്റത്തെ ഒരു ദിവസം ഇവരുടെ BLM മാത്രമായിട്ട് പോയി. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിറ്റത്തെ ദിവസം മുതൽ അനീഷേട്ടൻ പറഞ്ഞു വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എന്താ പറയുക, അതിന് അനീഷേട്ടന് അങ്ങനെ ആൾക്കാരെ തിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിരന്തരം എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, മറ്റ് സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ പോലും 2 ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് ആരാന്നുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരം നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് കൂടെ പോയി സഹായിക്കണം, ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ്. വേണ്ടാന്ന് പറയാനുള്ള കാരണം ഈ ഭീഷണിയാണ്. തീർച്ചയായിട്ടും അത് നമ്മളൊരാൾ കൂടെ അറിയുന്ന ഒരു ആൾ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. ഒരു ബൂത്തിലത്തെ ആൾക്കാരുള്ളൂ. അത് നമ്മൾ ഒരു പൊതുധാരയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഇവരുണ്ടാക്കിയെടുത്തൊരു വിഷയമാണ്. ഇവർ പറഞ്ഞത് വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കൂടെ വീട് കയറി കഴിഞ്ഞാൽ നമ്മൾ ലഘുലേഖ വിതരണം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തടയും, ആക്രമിക്കും, കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവർ പറഞ്ഞതെന്നാണ് വോയിസ് എന്നോട് പറയുന്നത്. അപ്പോൾ ആളാരാണ്, ഏതാണ് വിഷയം എന്നുള്ളതൊക്കെ DCCയുടെ ഇതിൽ കൃത്യമായിട്ട് പിന്നീട് പറയും. പിന്നെ ഇത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. ആ ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഒരാഴ്ചയായി. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതെ, തീർച്ചയായിട്ടും. അതെ, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇല്ല, BLO ആണ് ഭീഷണി. ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് അല്ല, പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഉണ്ട്. അല്ല, ആ പേര് അതാ ഞാൻ പറഞ്ഞത്. മണിക്കൂറുകൾക്കകം പറയും. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ DCC പ്രസിഡന്റിനെ കണ്ടാൽ അദ്ദേഹം ആ വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കും, ഈ ലോകത്തെ കേൾപ്പിക്കും. ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ രാജ്യത്തൊരിടത്തും നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ്